Dear friends, welcome to English Easy English. Today we are going to discuss how to use may. May എങ്ങനെ ഉപയോഗിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. MAY may. May ശരിക്കും പറഞ്ഞാൽ അനുവാദം ചോദിക്കാനായി ഉപയോഗിക്കും. അനുവാദം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പോലെ അനുവാദം കൊടുക്കാനും may ഉപയോഗിക്കും. അപ്പോൾ അനുവാദം ചോദിക്കാനും അനുവാദം കൊടുക്കാനും പിന്നെ ആശീർവദിക്കാനായി may ഉപയോഗിക്കും. പിന്നെ വേറൊരു കാര്യം, അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് may ഉപയോഗിക്കും. അടുത്ത ഉപയോഗം പോസിബിലിറ്റി, ഒരു സാധ്യത കാണിക്കാനായി may ഉപയോഗിക്കും. ഇങ്ങനെ 4 ഉപയോഗങ്ങളാണ് may എന്നുള്ള വാക്കിന് പ്രധാനമായിട്ട് ഉള്ളത്. നമുക്കത് ഓരോന്നായിട്ട് നോക്കാം, അപ്പോഴത്തേക്കും കൃത്യമായി മനസ്സിലാവും. ആദ്യം നമുക്ക് അനുവാദം ചോദിക്കാം. മേ ഐ ടേക്ക് ദിസ് ബുക്ക്, ഞാൻ ഈ ബുക്ക് എടുത്തോട്ടെ. മേ ഐ കം ഇൻ, ഇത് നമ്മൾ സിനിമയിലെല്ലാം കാണുന്നത്. ഒരു ഓഫീസ് നടയിൽ ചെന്ന് നിൽക്കുന്നു, നമ്മൾ ചോദിക്കുന്നു മേ ഐ കം ഇൻ, ഓഫീസർ എന്തെങ്കിലും പറയും. നെക്സ്റ്റ്, മേ ഹി കം വിത്ത് യു, അവൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ്, മേ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ, എൻ്റെ മൊബൈൽ ഫോണിന് ചാർജ് ഇല്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഉപയോഗിച്ചോട്ടെ. മേ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ, ഇതെല്ലാം അനുവാദം ചോദിക്കില്ല. നെക്സ്റ്റ്, മേ വി കം ഇൻ, ഇപ്പോൾ ഒരു പാർട്ടിക്കാരാണ്, ഓഫീസ് വന്നിരിക്കുന്നു, ഓഫീസിനകത്തേക്ക് കടന്നു ചോദിക്കണം മേ വി കം ഇൻ. നെക്സ്റ്റ്, മേ ഐ ഗോ ഹാഫ് ആൻ അവർ ഏർലി, എനിക്ക് ഒട്ടും സുഖമില്ല, ഞാൻ ഒരു അരമണിക്കൂർ നേരത്തെ ഒന്ന് പൊയ്ക്കോട്ടെ. മേ ഐ ടേക്ക് ഇറ്റ് ഹോം, ഞാനത് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. എന്താണ്, നമ്മളവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കമ്പനിയുടെ ലാപ്ടോപ്പിൽ, പണി തീർന്നില്ല, അപ്പോൾ നമ്മൾ ഓഫീസിൽ ചോദിക്കുന്നു മേ ഐ ടേക്ക് ഇറ്റ് ഹോം, ഞാനത് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. നെക്സ്റ്റ്, ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുവാദം ചോദിക്കുന്നത്, ശരിക്കും ക്വസ്റ്റ്യൻ അല്ല, അതൊരു അനുവാദമാണ്. ഇനിയിപ്പോൾ ഈ അനുവാദം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മേ ഐ ടേക്ക് ദിസ് ബുക്ക്, ഞാൻ ഈ ബുക്ക് എടുത്തോട്ടെ. യെസ് യു മേ, ഫുൾ സെൻസ് എന്ന് പറയുന്നു യെസ് യു മേ ടേക്ക് ദിസ് ബുക്ക്. നെക്സ്റ്റ്, മേ ഐ കം ഇൻ, യെസ് യു മേ. മേ ഹി കം വിത്ത് യു, അങ്ങനെ ചോദിക്കുമ്പോൾ മാത്രം മറ്റേ ആളുടെ ആൻസർ ചെറിയൊരു മാറ്റം വരും. യെസ് ഹി മേ കം വിത്ത് മീ, അവൻ എൻ്റെ കൂടെ വന്നോട്ടെ. നെക്സ്റ്റ്, മേ ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ, ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോട്ടെ. യെസ് യു മേ. അപ്പം എന്ത് വന്നാലും ഈ അനുവാദം കൊടുക്കാനായിട്ട് യെസ് യു മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഇതാണ് ഇതിൻ്റെ യൂസേജ്. നെക്സ്റ്റ്, തേർഡ് യൂസ് ഓഫ് മേ, ആശീർവദിക്കുക, ആശംസിക്കുക, ബ്ലെസ്സിങ് പറയുക, അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കട്ടെ എന്ന് പറയുക, ഇങ്ങനെയുള്ളതിന് മേ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. മെയ് അല്ലെങ്കിൽ മേ ബി, ഇതെപ്പോഴും പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും വരുന്നത്. അതായത് പ്രസന്റിനെയോ ഫ്യൂച്ചറിനെയോ കാണിക്കും, ഒരിക്കലും പാസ്റ്റിനെ കാണിക്കില്ല. പാസ്റ്റിനെ കാണിക്കേണ്ടി വരുന്ന സമയത്ത് മേയുടെ കൂടെ ഒരു ഹാവ് കൂടെ ഉണ്ടാവും. അങ്ങനെ വന്നാൽ അത് പാസ്റ്റിനെ ആയിരിക്കും കാണിക്കും. ഓക്കെ, നമുക്കിത് തേർഡ് യൂസിലേക്ക് പോകും. മേ ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല, നമ്മൾ കേൾക്കുന്ന. മേ യു വിൻ ദ എക്സാം, നീ എക്സാം വിജയിക്കട്ടെ, ആശീർവദിക്കുക. മേ യു വിൻ ദ എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. മേ ഹി ബി സെലക്ടഡ്, അവൻ സെലക്ട് ചെയ്യപ്പെടട്ടെ. നെക്സ്റ്റ്, മേ യു ഗെറ്റ് എ ചാൻസ്, നിനക്കൊരു ചാൻസ് കിട്ടട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ആശീർവദിക്കുന്നു, എന്തോ ആവാം. നെക്സ്റ്റ്, പോസിബിലിറ്റി, സാധ്യത. ഹി മേ കം, അവൻ വന്നേക്കാം, വരാൻ സാധ്യത ഉണ്ട്. ദേ മേ കം ടുഡേ, അവർ ഇന്ന് വന്നേക്കാം, അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നു. നെക്സ്റ്റ്, ഇറ്റ് മേ റൈൻ ടുമാറോ, നാളെ മഴ പെയ്തേക്കാം. ഇപ്പോഴത്തെ ലക്ഷണം എല്ലാം വെച്ചിട്ട് നമ്മൾ പറയുകയാണ് നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ശരിക്കും ഫ്യൂച്ചർ അല്ല, വെതർ റിപ്പോർട്ട് നോക്കിയിട്ടല്ല ഇത് പറഞ്ഞിരിക്കും. നെക്സ്റ്റ്, ഹി മേ ആസ്ക് സം മണി, അവൻ്റെ വരവ് കണ്ടിട്ട് അവൻ കുറച്ച് പൈസ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഹി മേ ആസ്ക് സം മണി. നെക്സ്റ്റ്, ഐ മേ വിസിറ്റ് ഡൽഹി നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം ഞാൻ ഡൽഹി വിസിറ്റ് ചെയ്തേക്കും എന്നാണ്. അതിൻ്റെ സാഹചര്യം ഒത്തു വന്നാൽ ഞാൻ പോയേക്കും, ഇതൊരു സാധ്യതയാണ്. ഐ മേ വിസിറ്റ് ഡൽഹി നെക്സ്റ്റ് ഇയർ. ഓക്കെ, ഇത്രയുമാണ് മെയ്യുടെ പ്രധാനപ്പെട്ട ഉപയോഗം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. Until meet again.